ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല മഴയൊക്കെയല്ലേ, അങ്ങനെ ഇരുന്നപ്പം ഏട്ടനൊരാഗ്രഹം പറഞ്ഞു, ഏട്ടന് കപ്പ ബിരിയാണി കഴിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ബീഫൊക്കെ കറി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം. അടച്ചു കൊടുക്കാം, വെയിറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. 1 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. ഇവിടെ വേകുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പൊളിച്ചെടുത്താലോ? കപ്പയ്ക്ക് ഒരു 4-5 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. 2 കഷ്ണം വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കരിവേപ്പിലയും കൂടെ നമുക്ക് എടുക്കാം. ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇടിച്ചെടുക്കാം. മീഡിയം ലെവലിലുള്ള 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇടിച്ചെടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടാണ് പിടിച്ചെടുക്കും. ഫൈനലി നമ്മുടെ കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം. സാവധാനം വേണം തുറക്കാൻ. കപ്പ വെന്തിട്ടുണ്ടോ നോക്കാം. നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരിപാടി നമുക്ക് മതി. വെള്ളം ഊറ്റിക്കളയാം. നമ്മൾ ഫൈനലി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം നോക്കാം. ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഉള്ളത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് താളിച്ച് വയ്ക്കാം. അരപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ വേണമെന്നുണ്ട് നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫ് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തത്. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഹായ് ഗായ്സ്, ഞാനാണ് നിഞ്ഞു. അമ്മയുടെ കുക്കിംഗ് കണ്ടോന്ന് ചോദിക്ക്. ഓക്കെ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറ. ഓക്കെ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി. എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി. ഇനി നമ്മുടെ കപ്പ ഞാൻ കുഴച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കപ്പ ബിരിയാണി ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് ബീഫ് കറി ഒഴിക്കുവാണ്, കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറേശ്ശെ ബീഫ് കറി വീതം ഒഴിച്ച് അത് കുഴച്ചെടുക്കണം. അതാണ് അതിൻ്റെ. നമ്മൾ കുഴച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുക്കാം. ഇനി നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി സവോളയും ഇട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. ബൈ.